തൃശൂർ DCP നിശാന്തിനിക്കെതിരെ പോലീസ് അസോസിയേഷൻ നേതാവിന്റെ അപകീർത്തികരമായ ഫേസ്ബുക്ക് പോസ്റ്റ്. ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസുമായി ബന്ധമുണ്ടെന്ന വിധത്തിലാണ് അസോസിയേഷൻ നേതാവിന്റെ പോസ്റ്റ്. കൊച്ചി സിറ്റി പോലീസ് അസോസിയേഷൻ നേതാവ് ഷാജി കരുണാണ് നിശാന്തിനിക്കെതിരെ കമന്റ് എഴുതിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയെ അപമാനിച്ചിട്ടും അധികാരികൾ നടപടിയെടുക്കുന്നില്ലെന്നും ആക്ഷേപമുയരുന്നു. മുൻ തൃശൂർ കമ്മീഷണർ നിശാന്തിനി IPSനെതിരെയാണ് പോലീസ് അസോസിയേഷൻ നേതാവായ ഷിബു കരുൺ സംശയത്തിൻ്റെ നിഴൽ നിർത്തിയിരിക്കുന്ന കമൻ്റ് എഴുതിയത്. ജെയിൻ വൈക്കമെന്ന ആൾ നിശാന്തിനിക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന് താഴെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയെ അപമാനിച്ചുകൊണ്ട് ഷിബു കമൻ്റ് എഴുതിയത്. പോലീസ് അസോസിയേഷൻ്റെ കൊച്ചി ജില്ലാ സെക്രട്ടറിയാണ് ഷിബു കരുൺ. ഇപ്പോൾ നേരത്തെ നിശാന്തിനി കൊച്ചി DCP ആയിരുന്നപ്പോൾ ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥ കൂടിയായിരുന്നു. കേസന്വേഷണം ഭരണതലത്തിൽ സ്വാധീനമുള്ള ഉന്നതരിലേക്ക് നീണ്ടപ്പോഴായിരുന്നു അവരുടെ കസേര തെറിച്ചത്. കൂടാതെ പോലീസുകാരുടെ സ്ഥലം മാറ്റത്തിൽ അസോസിയേഷൻ നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാത്തതും അവർക്കെതിരായ എതിർപ്പിന് കാരണമായിരുന്നു. അസോസിയേഷൻ നേതാക്കളുടെ താളത്തിന് തുള്ളാത്തതിന് സ്ഥലം മാറ്റിയതും പോരാതെ അവരെ വ്യക്തിഹത്യ ചെയ്യും വിധത്തിൽ കമൻ്റ് എഴുതിയത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫേസ്ബുക്ക് ഉപയോഗം സംബന്ധിച്ച് DGP ഇറക്കിയ സർക്കുലർ നിലനിൽക്കെയാണ് ഭരണകക്ഷിയിൽ സ്വാധീനമുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ പരസ്യമായി കമൻ്റ് എഴുതിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. തൻ്റെ അന്യായമായ സ്ഥലം മാറ്റത്തെ സംബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ജേക്കബ് തോമസിനെ കൊല്ലാക്കൊല ചെയ്യുന്ന സർക്കാർ ഇതൊക്കെ കണ്ടിട്ടും നോക്കുകുത്തിയായിരിക്കുന്നു. തനിക്കെതിരായ വ്യക്തിഹത്യ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിശാന്തിനി ഉയർന്ന ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞതായിട്ടാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.